നമ്മുടെ മനസ്സ് എല്ലായ്പ്പോഴും ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ആ മനസ്സ് വേദനയാണ്. അതുപോലെ നമ്മുടെ മനസ്സിൽ പല അഭിപ്രായങ്ങൾ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ആ മനസ്സ് ഭാരമാണ്. മനസ്സ് ഒഴിഞ്ഞിരിക്കണം, മനസ്സ് ശൂന്യമാവണം. പക്ഷേ നമ്മൾ നിറവിനാണ് വിലമതിക്കുന്നത്. നിറഞ്ഞ വീട്, നിറഞ്ഞ ബാങ്ക് അക്കൗണ്ട്, നിറഞ്ഞ അറിവ്. പക്ഷെ നമുക്ക് കൂടുതൽ ഉപയോഗപ്രദമാകുന്നത് ശൂന്യമായ ഒഴിഞ്ഞ ഇടമാണ്. ഒരു മൺപാത്രം മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതെങ്കിലും അത് ഉപയോഗിക്കാൻ കഴിയുന്നത് അതിന് ശൂന്യമായ ഇടം ഉള്ളത് കൊണ്ടാണ്. അതേപോലെ നമ്മുടെ വീടുകളിൽ ചുമരുകളും മേൽക്കൂരകളിലും ഉണ്ട്. നമുക്ക് താമസിക്കാൻ കഴിയുന്നത് ആ ഒഴിഞ്ഞ ശൂന്യമായ ഇടത്താണ്. അതേപോലെ പുറത്തുനിന്ന് പ്രകാശം ജനലിലൂടെ വരുമ്പോൾ ആ പ്രകാശം ചട്ടക്കൂടിലൂടെയല്ല വരുന്നത്. ആ ശൂന്യമായ ഇടത്തുകൂടിയാണ് ആ പ്രകാശം വരുന്നത്. ശൂന്യമായിട്ടുള്ള ആ ഒരു ഇടം നമ്മൾ നമുക്കായിട്ട് കണ്ടെത്തണം. ആ ഒരു കണ്ടെത്തലിൽ നമ്മൾ സമാധാനത്തിൻ്റെ വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. കൂടുതൽ ശേഖരിച്ച് വെക്കലല്ല നിറവെന്ന് പറയുന്നത്. അനാവശ്യമായ കാര്യങ്ങളെയെല്ലാം വിട്ടുകളഞ്ഞ് ഒഴിഞ്ഞ മനസ്സോടെ ഇരിക്കലാണ് യഥാർത്ഥ നിറവ്. കുറച്ച് വാക്കുകൾ, കുറച്ച് അഹങ്കാരം, കുറച്ച് പിടിവാശി, കുറച്ച് ആവശ്യമില്ലാത്ത ചിന്തകൾ, എല്ലാത്തിൻ്റെയും കുഞ്ഞു ഭാഗം നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് അവിടെ നമ്മുടെ മനസ്സ് വിശാലമാവുകയാണ്. ആ വിശാലമായ മനസ്സിൽ സ്നേഹവും ശാന്തിയും അതിരറ്റ് നമുക്ക് അനുഭവിക്കാൻ കഴിയും. അത് നമ്മെ കൊണ്ടുപോകുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്കാണ്. ശരിക്ക് ശൂന്യമായിട്ടുള്ള ഇടം നമ്മൾ നമ്മുടെ ഉള്ളിൽ അന്വേഷിക്കണം. അത് കണ്ടെത്തിയിട്ട് സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് അതിനോടൊപ്പം നമുക്ക് ഇരിക്കാൻ കഴിയണം. ശരിക്ക് നിറഞ്ഞതെന്ന് പറയുന്നത് ശൂന്യതയിലാണ്. അതേപോലെ നമ്മുടെ മനസ്സ് വിശാലമാകുമ്പോൾ ഉള്ളിലുള്ള മൗനത്തെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ആ മൗനം അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെയെല്ലാം മാറ്റത്തിന് വിധേയമാണെന്ന് ഉള്ളതാണ്. ആ ഒരു ചിന്തയിൽ നമ്മൾ ഉറക്കുമ്പോൾ സമാധാനം നമുക്കൊപ്പം ഒരു നിഴൽ പോലെ ചേർന്ന് നടക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഗുരുവിൻ്റെ ഒരു ശിഷ്യൻ, അദ്ദേഹത്തിന് മനോഹരമായ ഒരു കപ്പുണ്ട്. ഈ കപ്പ് എന്നും തുടച്ച് വൃത്തിയാക്കും. ശേഷം കുറച്ചു നേരം അതിനെ നോക്കി നിൽക്കും. ഇത് കണ്ട ഗുരു ഒരു ദിവസം ശിഷ്യനോട് പറഞ്ഞു, ഈ കപ്പ് പൊട്ടിയതാണ്. ശിഷ്യൻ പറഞ്ഞു, അല്ല ഗുരു, ഞാൻ എപ്പോഴും ഇതിനെ വൃത്തിയാക്കുന്നുണ്ട്, വളരെ ശ്രദ്ധയോടെ അതിനെ നോക്കുന്നുണ്ട്, അത് പൊട്ടിയിട്ടില്ലേ? ഗുരു പറഞ്ഞു, എപ്പോഴെങ്കിലും ഈ കപ്പ് പൊട്ടും.
എന്തു തന്നെയായാലും ആ കപ്പ് പൊട്ടും. ഇതറിഞ്ഞ് നീ ആ കപ്പിനെ എടുക്കുമ്പോൾ, തുടച്ച് വൃത്തിയാക്കുമ്പോൾ കപ്പിനോട് ഒരു ബന്ധനമുണ്ടാവില്ല. എന്നെങ്കിലും ഒരു ദിവസം പൊട്ടുമെന്നുള്ള ആ ഒരു തിരിച്ചറിവ് നിനക്കുണ്ടാകുമ്പോൾ ഇപ്പോഴ് സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ കപ്പിനെ നിനക്ക് സ്നേഹിക്കാൻ കഴിയും. ഇതേപോലെയാണ് നമ്മളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാം ഒരു ദിവസം നഷ്ടപ്പെടും എന്നുള്ള ആ ഒരു തിരിച്ചറിവിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഒന്നിനോടും ബന്ധനമില്ലാതെയാണ് നമ്മൾ ജീവിക്കുന്നത്.